പൈത്തൺ ഗ്രാഫിക്സ് ഉപയോഗിച്ച് ചെയ്യുവാനുള്ള ഒരു ചോദ്യമാണിത്. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ഇതാണ്. ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ കിട്ടുന്ന പാറ്റേൺ ഇതാണ്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം രണ്ടാമത്തെ ഔട്ട്പുട്ട്, അതായത് ഇവിടെ കാണുന്ന ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ ഈ പ്രോഗ്രാം മാറ്റി എഴുതണം. അതിനുശേഷം അതിനെ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് എന്നതിന് നേരെ ഐഡിൽ 3 എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയല്ല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, പുതിയ ഫയൽ എടുത്തതിന് ശേഷമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കാണുന്ന രീതിയിൽ തന്നെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല, ഇവിടെ കാണുന്ന ചിഹ്നങ്ങൾ തെറ്റാൻ പാടില്ല, അതിൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ തെറ്റാൻ പാടില്ല. ഉദാഹരണമായിട്ട് j in range എന്നുള്ളതിന് നേരെ താഴെ തന്നെയാണ് റൈറ്റ് വരുന്നത്. ഫോർവേഡ് എന്നതിന് നേരെ താഴെ തന്നെയാണ് ഇവിടെ റൈറ്റ് വരുന്നത്. അതുപോലെ i in range എന്നുള്ളതിന് ശേഷം ഇവിടെ കാണുന്ന ചിഹ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തെറ്റിക്കഴിഞ്ഞാലും പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ പൈത്തൺ ഗ്രാഫിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ ചെയ്യാൻ കഴിയും. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫയൽ ന്യൂ എടുത്താണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ എടുക്കുന്ന ന്യൂ ഫയലിലേക്കാണ് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങേണ്ടത്. ആദ്യമായിട്ട് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം എൻ്റർ കീയിൽ അമർത്തുന്നു. പിന്നീട് പെൻ സൈസ് എന്നതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പെൻ സൈസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. പെൻ സൈസ് 20 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ കീയിൽ അമർത്തുന്നു. അടുത്ത ലൈൻ ടൈപ്പ് ചെയ്യുന്നു. .250 ബ്ലാക്ക് എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോട്ട് കഴിഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ 250 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഒരു കോമയാണ്. പിന്നീട് ബ്ലാക്ക് എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഫോമാറ്റ് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും എൻ്റർ കീയിൽ അമർത്തുന്നു. ഇനി കളർ പിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. അടുത്ത വരി ടൈപ്പ് ചെയ്യുന്നു. i in range എന്ന വരി ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ i in range 3 എന്നതിന് ശേഷം കൊടുത്തിട്ടുള്ള ചിഹ്നം ശ്രദ്ധിക്കുക. കോളൻ ചിഹ്നമാണ്. അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ കീയിൽ അമർത്തിയാൽ മൗസ് പോയിന്റർ വന്നു നിൽക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് തന്നെ അടുത്ത ലൈൻ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അടുത്ത ലൈൻ ടൈപ്പ് ചെയ്യുകയാണ്. j in range 3 എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെയും കോളൻ ചിഹ്നമുണ്ട്. ഇതിന് പകരം സെമി കോളൻ ചിഹ്നമാണ് ഇടുന്നതെങ്കിൽ പ്രോഗ്രാം പ്രവർത്തിക്കുകയില്ല. ഏകദേശം കാണുന്നത് പോലെ ടൈപ്പ് ചെയ്താൽ പോരാ എന്നർത്ഥം. ടൈപ്പ് ചെയ്യുന്നത് കൃത്യമായിരിക്കണം. ഇനി എൻ്റർ കീയിൽ അമർത്തുന്നു. മൗസ് പോയിന്റർ വന്നു നിന്ന സ്ഥാനം ശ്രദ്ധിക്കുക. അവിടെ നിന്ന് അടുത്ത വരി ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അടുത്ത വരി ഫോർവേഡ് എന്നത് ടൈപ്പ് ചെയ്യുകയാണ്. ഫോർവേഡ് 90 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ കീയിൽ അമർത്തുന്നു. ഇവിടെ നിന്ന് തന്നെ അടുത്ത വരി തുടങ്ങാം. റൈറ്റ് 120 എന്നാണ് അവിടെ ടൈപ്പ് ചെയ്യാനുള്ളത്. ഇനി എൻ്റർ കീയിൽ അമർത്തുന്നു. ഒരു വട്ടം കൂടി റൈറ്റ് എന്നത് ടൈപ്പ് ചെയ്യാനുണ്ട്. റൈറ്റ് എന്നത് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ റൈറ്റിന്റെ സ്ഥാനം ശരിയല്ല. നമുക്ക് ചോദ്യം പരിശോധിക്കാം. ആദ്യത്തെ റൈറ്റ് ഇവിടെയാണ്. രണ്ടാമത്തെ റൈറ്റ് j in range എന്നതിന് നേരെ താഴെയാണ്. അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്കിത് ശരിയാക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് അടിച്ച് അതിൻ്റെ സ്ഥാനം ശരിയാക്കുന്നു. ഇനി ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം. പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് സേവ് ചെയ്യേണ്ടതുണ്ട്. ഹോമിലെ exam10 സേവ് ചെയ്യേണ്ടത്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിലോ സേവാസ് എന്നതിലോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ സേവാസ് എന്നതിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ നെയിം കൊടുക്കുന്നു. രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം _ എന്ന് കൊടുക്കുന്നു. എത്രാമത്തെ ഗ്രൂപ്പ് ചോദ്യമാണെന്ന് കൊടുക്കുന്നു. അതിനുശേഷം .py എന്നുകൂടി കൊടുക്കുന്നു. py എന്ന് എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. ഇനി ഇതിനെ exam10 സേവ് ചെയ്യേണ്ടത്. exam10 സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. exam10 ഇവിടെയുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇപ്പോൾ ഇവിടെ സേവ് ചെയ്യുന്ന ഫോൾഡർ exam10 ആയിക്കഴിഞ്ഞു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കിത് പ്രവർത്തിപ്പിച്ച് നോക്കാം. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ചെയ്യുവാനുള്ളത് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നിറം മാറ്റുകയാണ്. കറുപ്പ് നിറത്തിന് പകരം ഇവിടെ നീല നിറമാക്കണം. പിങ്ക് നിറത്തിന് പകരം കറുപ്പ് നിറമാക്കണം. അതിനിവിടെ ബ്ലാക്ക് എന്നുള്ളതിന് പകരം ബ്ലൂ എന്ന് കൊടുക്കണം. പിങ്ക് എന്നുള്ളതിന് പകരം ബ്ലാക്ക് എന്നും കൊടുക്കണം. നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ബ്ലൂ എന്ന് കൊടുക്കുന്നു. പിങ്ക് എന്നുള്ളത് മാറ്റിയിട്ട് ബ്ലാക്ക് എന്നും കൊടുക്കുന്നു. ഇനി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ് എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ ഫയൽ സേവ് ചെയ്തില്ല. ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു.
ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ നിറം മാറിയിട്ടുണ്ട്.